ഗൾഫ് പ്രതിസന്ധി മനിലയിൽ ചർച്ച നടത്തി ഇന്ത്യയും ഒമാനും. ചെങ്കടൽ പ്രതിസന്ധി ആശങ്കയോടെ നിരീക്ഷിച്ച് ഒമാൻ. ഒമാനിലേക്ക് തേൻ കയറ്റുമതി ഇന്ത്യയോ ചൈനയോ മുന്നിൽ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഫിലിപ്പീൻസിലെ മനിലയിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾക്കിടയിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ഗൾഫ് മേഖലയിലെ സംഘർഷ സാഹചര്യവും സുരക്ഷയും സംബന്ധിച്ചാണ് ഇരു നേതാക്കളും പ്രധാനമായും ചർച്ച ചെയ്തത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതവും ആഗോള വിതരണ ശൃംഖലയും തടസ്സമില്ലാതെ തുടരേണ്ടതിന്റെ ആവശ്യകത ഇരു മന്ത്രിമാരും ചർച്ച ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ച് പ്രവാസികളുടെ സുരക്ഷയും എണ്ണ കയറ്റുമതിയും ഈ പാതയെ ആശ്രയിച്ചായതിനാൽ ഇത് വളരെ നിർണായകമാണ്. ഗൾഫ് മേഖലയിൽ നിലനിൽക്കുന്ന സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും US-ഇറാൻ സംഘർഷ സാധ്യതകളും കണക്കിലെടുത്ത് പ്രശ്നങ്ങൾ സമാധാനപരമായ ചർച്ചകളിലൂടെയും പരസ്പര സമ്മതത്തിലൂടെയും പരിഹരിക്കണമെന്ന് ഇരു നേതാക്കളും ഒരുപോലെ അഭിപ്രായപ്പെട്ടു. മേഖലയിലെ തർക്കങ്ങൾ ലഘൂകരിക്കാൻ ഒമാൻ നടത്തുന്ന നയതന്ത്ര ശ്രമങ്ങളെ ഇന്ത്യ അഭിനന്ദിച്ചു. ചെങ്കടൽ മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങളെ അതീവ ആശങ്കയോടെയാണ് രാജ്യം നിരീക്ഷിക്കുന്നതെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടെന്ന് മന്ത്രാലയം നിലപാട് വ്യക്തമാക്കി. കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യത്തെ അപകടപ്പെടുത്തുന്നതും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നതുമായ ഭീഷണികൾ ഇല്ലാതാക്കണമെന്നും ഒമാൻ ആവശ്യപ്പെട്ടു. മേഖലയിലെ ദീർഘകാല സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഒമാൻ നിലവിൽ സൗദി അറേബ്യ, യമനിലെ വിവിധ കക്ഷികൾ, യമനിലേക്കുള്ള UN പ്രത്യേക പ്രതിനിധി എന്നിവരുമായി ചേർന്ന് ഏകോപന പ്രവർത്തിച്ചു വരികയാണ്. യമനിൽ സമാധാനവും സുസ്ഥിരതയും കൈവരിക്കുന്നതിനായുള്ള രാഷ്ട്രീയ ചർച്ചകളും റോഡ് മാപ്പും പുനരാരംഭിക്കുകയാണ് ഈ കൂട്ടായ ശ്രമങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്നും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒമാൻ സുൽത്താനേറ്റിൽ തദ്ദേശീയമായ തേൻ ഉൽപാദനത്തിൽ വൻ വളർച്ച രേഖപ്പെടുത്തി. ദേശീയ സ്ഥിതിവിവര കണക്ക് കേന്ദ്രം പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 2023 6,23,313 കിലോ ആയിരുന്നു ആകെ ഉൽപാദനം. 2024 7,65,054 കിലോയും 2025 9,34,443 കിലോയും വർദ്ധിച്ചു. ഒമാനിലുടനീളം തേനീച്ച കൃഷിയും തേൻ ഉൽപാദനവും വ്യാപിക്കുന്നതിന്റെ തെളിവാണ് ഈ കണക്കുകൾ. കഴിഞ്ഞ വർഷം വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലാണ് ഏറ്റവും കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിച്ചത്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.